എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹോണ്ട ജാസിന് വേണ്ടി വാങ്ങിയ ഓട്ടോടെക് എന്ന ബ്രാൻഡിന്റെ 7D ഫ്ലോർ മാറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ശ്യാം. വീക്കെൻഡ്സ് ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു ബാഗിൽ 3 പീസുകളായിട്ടാണ് ഈ 7D മാറ്റ് വരുന്നത്. മുൻഭാഗത്തെ വലത്തുവശത്തും ഇടതുവശത്തും ഓരോന്നായും പുറകിലത്തേത് ഒറ്റ പീസായിട്ടുമാണ് ഇത് കിട്ടുന്നത്. ഈ ഫ്ലോർ മാറ്റ് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിന്റെ അതേ ഷേപ്പിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ മാറ്റുകളിലും കാല് വയ്ക്കുന്നിടത്ത് വെൽക്രോ കൊണ്ട് പിടിപ്പിക്കാവുന്ന നൂഡിൽ മാറ്റുകളും അവർ തരുന്നുണ്ട്. വണ്ടി വാങ്ങിയപ്പോൾ കിട്ടിയ ഫ്ലോർ മാറ്റ് ചവിട്ടി കേടായപ്പോൾ പുതിയ മാറ്റ് വാങ്ങുന്നതിനായി അന്വേഷിച്ചപ്പോഴാണ് 7D മാറ്റ് എന്ന പ്രീമിയം മോഡലിനെ പറ്റി മനസ്സിലാക്കുന്നത്. അതിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള മാറ്റിന്റെ കമ്പനിയാണ് ഗുജറാത്ത് ആസ്ഥാനമാക്കിയുള്ള ഓട്ടോടെക്. 7D മാറ്റിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും ഓട്ടോടെക്കിന്റെ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ എന്നീ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റ് ഞാൻ വാങ്ങിയത് മോട്ടോസ്പെക് എന്ന ഉദയംപേരൂരുള്ള ഷോപ്പിൽ നിന്നാണ്. ഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുൻഭാഗത്തെ വലത്തുവശത്താണ് ആദ്യം ഇടുന്നത്. നടുവശത്തേക്ക് വരുന്ന ഭാഗത്ത് മടങ്ങിപ്പോകാതിരിക്കാനായി 2 പ്ലാസ്റ്റിക് ലോക്കുകളും മാറ്റിന്റെ പൊസിഷൻ മാറിപ്പോകാതിരിക്കാനായി വെൽക്രോകളും സ്റ്റിച്ച് ചെയ്തു വച്ചിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡിന്റെയും സീറ്റിന്റെയും ഇടയിലേക്ക് ഈ ഭാഗം മടക്കി വെക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ലോക്ക് ഈ രീതിയിൽ സെൻട്രൽ കൺസോളിലേക്ക് തിരിച്ചു വെക്കുന്നതുകൊണ്ടാണ് അത് മടങ്ങി പോകാതെ ഇരിക്കുന്നത്. തെന്നി മാറാതിരിക്കാനായി 7D മാറ്റിന് അടിയിലുള്ള വെൽക്രോ പ്ലാറ്റ്ഫോമിലേക്ക് നന്നായി പ്രസ് ചെയ്ത് വയ്ക്കണം. നൂഡിൽ മാറ്റ് കൂടി വെൽക്രോയിൽ ഒട്ടിക്കുമ്പോൾ വലതുവശം റെഡി. ഇനി ഇതേപോലെ ഇടതുവശത്തും പുറകുവശത്തും സെറ്റ് ചെയ്യാം. മാറ്റിന്റെ നിറവും സ്റ്റിച്ചിങ്ങിന്റെ നിറവും അനുസരിച്ച് പല കോമ്പിനേഷനുകളിലും മാറ്റ് കിട്ടുമെങ്കിലും വണ്ടിയുടെ അകവശം കറുപ്പായതിനാൽ ബ്ലാക്കും സീറ്റ് കവറിന്റെ സ്റ്റിച്ചിങ് സിൽവർ ആയതിനാൽ ബ്ലാക്ക് സിൽവർ കോമ്പിനേഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പ്ലാറ്റ്ഫോമിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ മാറ്റ് കവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മാറ്റിന് നല്ല കട്ടിയുമുണ്ട്. പുറകുവശത്തെ സീറ്റിന്റെ അടിയിൽ ലെഗ് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗം കറക്റ്റ് ഫിറ്റ് അല്ല. അതിന്റെ കാരണം 2015-2016 ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ
മാജിക് സീറ്റ് ഹോണ്ട നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഹോണ്ട ജാസിൽ മാജിക് സീറ്റിന് പകരം ബെഞ്ച് സീറ്റ് ആണുള്ളത്. പുതിയ വണ്ടിയുടെ രീതിയിൽ മാറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളതിനാൽ ആ ഭാഗം പെർഫെക്റ്റ് ഫിറ്റ് അല്ല. ഇത് 7D മാറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് കാണുന്നതും ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാണുന്നതും ഒരു താരതമ്യത്തിനായി ഷൂട്ട് ചെയ്തതാണ്. ഓട്ടോടെക് 7D മാറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ അകവശം പ്രീമിയം ലുക്കായി മാറുമെന്നതിന് ഒരു സംശയവും ഇല്ല. വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു. വീഡിയോകൾ മിസ്സാകാതെ കാണാൻ നോട്ടിഫിക്കേഷൻ ഓണാക്കുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.